ഹൈദരാബാദ് ചോയ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് നല്ലൊരു ബേബി പൊട്ടറ്റോ കറിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബേബി പൊട്ടറ്റോ മസാല കറിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം, ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല. എന്നാൽ വളരെ ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ ആണെങ്കിലും വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് കുറച്ച് ബേബി പൊട്ടറ്റോ ആവശ്യമുണ്ട്. നമുക്കൊരു 3 സവോള ആവശ്യമുണ്ട്. ഒരു വലിയ തക്കാളിക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് പച്ചമുളക്, കുറച്ച് ഇഞ്ചി, അതുപോലെ തന്നെ കുറച്ച് മല്ലിയില, പുതിനയില, കുറച്ച് കറിവേപ്പില. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ ആവശ്യമുണ്ട്. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ആവശ്യമുണ്ട്. ജീരകം 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ. ഈ ബേബി പൊട്ടറ്റോ നമ്മൾ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു ഫോർക്ക് കൊണ്ടോ അതല്ലെങ്കിൽ ഒരു കത്തി കൊണ്ടോ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കണം. ഇതിൻ്റെ ഉള്ളിലേക്ക് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഒന്ന് എല്ലാം ഒന്ന് കുത്തി കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിലേക്ക് നല്ലതുപോലെ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. സവോള നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി എടുത്തു വെച്ച ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളെടുത്ത് വെച്ച മല്ലിയില, പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ അരച്ച് നമ്മൾ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു തവയെടുത്തു. ആ തവയിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് എടുത്തു വെച്ച ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം നല്ലതുപോലെ പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ച സവോള കൂട്ട് ഇട്ട് കൊടുക്കാം. സവോള ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. സവോള ഒന്ന് വഴണ്ട് വരണം. അതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറി വെള്ളമൊക്കെ ഒന്ന് വറ്റി കളറ് മാറി വരുന്നതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. സവോളയുടെ വെള്ളം പറ്റി നല്ലതുപോലെ ഫ്രൈ ആയി വരണം. അതുവരേക്കും നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ച തക്കാളിക്ക ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. അതൊന്ന് അടിച്ച് പേസ്റ്റാക്കി എടുത്തു. ഇപ്പോൾ നമ്മുടെ സവോളയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി അതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്, ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയം നമ്മളെടുത്ത് വെച്ച മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തു. മുളക് പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. ഗരം മസാല കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തു. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇത്രയും ചേർത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഇളക്കിയിട്ട് കൊടുക്കാം. ഈ പൊടികളുടെ എല്ലാം പച്ചപ്പ് മാറി വരണം, അതുവരേക്കും നല്ലതുപോലെ ഇളക്കിയിട്ട് കൊടുക്കാം. നല്ലതുപോലെ ഫ്രൈ ആയി വരണം. ഫ്രൈ ആയി വരുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ലപോലെ ഫ്രൈ ആയി കഴിയുമ്പോൾ മസാല മൂത്ത് കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ച ബേബി പൊട്ടറ്റോ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ മസാലയിലിട്ട് ഇളക്കിയിട്ട് കൊടുക്കാം. നല്ലതുപോലെ മസാല പൊതിഞ്ഞ് വരണം. നമ്മുടെ ഈ പൊട്ടറ്റോയുടെ എല്ലാം മുകളിൽ മസാല വരണം. അതുപോലെ നല്ലതുപോലെ മസാല വരുന്ന പോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് നേരം ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ചെറുതായിട്ട് ആവി കയറിയിട്ടുണ്ട്. നമുക്ക് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കിയിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇപ്പം നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. വെള്ളമൊന്നും ചേർക്കാതെയാണ് മസാല ഇളക്കിയിട്ട് കൊടുക്കുന്നത്.
നല്ലതുപോലെ ഇളക്കിയിട്ട് കൊടുക്കാം. വീണ്ടും ഒന്നുകൂടെ അടച്ചു വെച്ച് കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ ആവി കയറിയിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. വീണ്ടും നമ്മൾ അടച്ചു വെച്ച് കൊടുക്കുന്നു. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം നമ്മളിത് അടച്ചു വെച്ച് കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കിയിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് വീണ്ടും നന്നായിട്ട് തന്നെ ഇളക്കിയിട്ട് കൊടുക്കാം. ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുന്നു. വീണ്ടും നമുക്ക് കുറച്ച് സമയത്തേക്ക് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. നല്ലതുപോലെ തിളച്ച് ആവി കയറിയിട്ടുണ്ട്. വീണ്ടും നല്ലതുപോലെ ഇളക്കിയിട്ട് കൊടുക്കുന്നു. നമ്മൾ ഇതുവരെയും വെള്ളം ചേർത്തിട്ടില്ല. വെള്ളം ചേർക്കാതാണ് നമ്മൾ ഇതുവരെയും ഇളക്കിയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒന്നുകൂടെ അടച്ചു വെച്ച് കൊടുക്കുന്നു. വീണ്ടും തുറന്നു. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ വീണ്ടും ഇളക്കി വീണ്ടും അടച്ചു വെച്ച് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഈ സമയം നമുക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇളക്കിയതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് കൊടുക്കുന്നു. 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ കറി റെഡിയാണ്. നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ രുചികരമായിട്ടുള്ള നമ്മളുടെ കറി റെഡിയായിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. നമ്മളെ തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുകയും ചെയ്യണം. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി.